ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി അപ്ഡേറ്റ്സുകളാണ് കുറേ ഉണ്ട്, ഒട്ടനവധി. അതായത് വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിക്ക് അവകാശപ്പെടാനില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ സംഭവമാണ് കോളിവുഡിനുള്ളത്. അതായത് ഒരുപാട് സിനിമകളുടെ സീക്വൽസ് വരുന്നുണ്ട്, രണ്ടാം ഭാഗമായിട്ടും മൂന്നാം ഭാഗമൊക്കെ ആയിട്ട്. ഒരു രണ്ടാം ഭാഗം വന്നത് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞതാ ലേറ്റസ്റ്റ് ആയിട്ട്. താത്താൻ്റെ ഒരു വരവുണ്ട്, ഇനി താത്ത പണിതിട്ട് അങ്ങോട്ട് പോയി. ഇനിയിപ്പോ വരാനുള്ളത് തന്നെ ഒരു 10, 15, 16 സിനിമകളിലെ രണ്ടാം ഭാഗങ്ങളാണ്. ഇഷ്ടം പോലെ. അത് ശരിക്കും വേറെ ഒരു ലാംഗ്വേജിലും തോന്നുന്നില്ല ഇത്രയും സെക്കൻഡ് പാർട്ടുകൾ വരാനുണ്ടെന്ന്. നമ്മൾ വെറുതെ മലയാളത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്ക്, ഏതാണ്ടത് മലയാളത്തിലാകെയുള്ള എമ്പുരാനാണ് നടക്കുമെന്നുള്ള ഉറപ്പുള്ള. പിന്നെ റാം അത് പക്ഷെ റാം രണ്ടും വന്നിട്ടില്ല, ശരി, പാർട്ട് 2 ഉണ്ട്. പിന്നുള്ള ഏതാ? പിന്നെ ഒരു ബിലാൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ കിടപ്പാണ്, അതിനൊരു വരവുണ്ടാവും തോന്നുന്നു, പ്രതീക്ഷിക്കണ്ട. പിന്നെ ഏതാ? പിന്നെ ഏറമുണ്ടോ? ഇല്ലല്ലോ, ഒറ്റ പാർട്ടല്ലേ ഉള്ളൂ. അറിഞ്ഞൂടട്ടോ. പിന്നെ അതുപോലെ തലവൻ, അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ലാസ്റ്റിലേക്ക് വെറുതെ ഇട്ട് വെച്ചിട്ടുള്ളൂ. ടെർബോ അതൊക്കെ വെറുതെ, അതൊക്കെ ഈ ട്രെൻഡിന് വേണ്ടിയിട്ട് മാത്രം. ഇപ്പൊ മാർക്കോ വരുന്നുണ്ട് രണ്ടാം ഭാഗമായിട്ട്. രണ്ടാം ഭാഗം വേറെ, അതായത് അത് ആ ക്യാരക്ടറിനെ എടുത്തിട്ട് മാത്രമാണ്, അതായത് രണ്ടാം ഭാഗമായിട്ടല്ല. കാറ്റഗറിയിൽ അങ്ങ് എടുത്ത് വിടാം, അത്രേ ഉള്ളൂ. അതായത് നമ്മൾ എണ്ണി എടുത്ത് ആലോചിച്ച് നോക്കിയാൽ തന്നെ കുറവാ. അത് എല്ലാ ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ തമിഴ് ഇൻഡസ്ട്രിക്ക് ഒരുപാടുണ്ട്, അത് വേറെ ലെവലാണ്. നമുക്ക് വലിയ പ്രാധാന്യം ഇല്ലാത്തൊന്നും നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര പ്രാധാന്യമാണ്, പക്ഷെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഓക്കെ നായൻതാറിന്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അതൊന്നും അതെ അതൊന്നും ഉൾപ്പെടുത്തിയില്ല കേട്ടോ. ഫസ്റ്റ് വൺ നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ പറയാൻ പോകുന്നത് തീരന്റെ രണ്ടാം ഭാഗം. കാർത്തി നായകനായ സിനിമ. അതെ, എച്ച് വിനോദ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങി വമ്പൻ ഹിറ്റായ സിനിമയാണ്, വേറെ ലെവൽ സിനിമ. എന്തായാലും സർദാർ 2 വരുന്നുണ്ട്, അതായത് സർദാറിന്റെ രണ്ടാം ഭാഗം. ഷൂട്ട് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. SJ സൂര്യാണ് ഇതിൽ വില്ലനായിട്ട് വരുന്നത്. സർദാർ 2 PS മിത്രന്റെ ഡയറക്ഷനിൽ കാർത്തി വീണ്ടും. പിന്നെ വിടുതലൈ പാർട്ട് 2 വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സൂര്യ നായകനായി വരുന്നു. പിന്നെ നമ്മുടെ വിജയ് സേതുപതി പ്രധാന വേഷത്തിലുണ്ട്. എന്തായാലും അത് വളരെ പ്രതീക്ഷയുള്ള മറ്റൊരു സിനിമയാണ്, കണ്ടറിയട്ടോ എന്താണെന്നുള്ളത്. വെട്രിമാരനായതുകൊണ്ട് പിന്നെ പ്രതീക്ഷ ഉണ്ട്. ഇതെല്ലാത്തിന്റെയും അത് തന്നെയാണ് കേട്ടോ, രണ്ടാം ഭാഗങ്ങളാണ് വരാൻ പോണത്. എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമെന്നില്ല. അടുത്തത് വീരധീര സൂരൻ, അത് നമ്മുടെ വിക്രം നായകനാവുന്ന സിനിമയാണ്. SU അരുൺകുമാർ സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന സിനിമ. അതും രണ്ടാം ഭാഗമാണ്. അതിന്റെ ഫസ്റ്റ് റിലീസ് ആകാൻ പോകുന്നത് രണ്ടാം ഭാഗമാണ്. അതെ അതെ അതെ. അപ്പം അതും പാർട്ട് 2 ഉണ്ട്. അതെ, അതായത് അതിന്റെ പാർട്ട് 1 വേറെ ആളെ വെച്ച് ചെയ്തതല്ലേ, അതല്ല പാർട്ട് 1 അതാണെന്നാണ് പറയുന്നത്. അതിന്റെ ബാലൻസ് ആണ് ഇത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് തനിയൊരുവൻ 2 ഓൾറെഡി ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത സിനിമയാണ്. ജയൻ രവി നായകനാവുന്ന സിനിമ. അതില് വില്ലൻ, അതാണ് എന്നും ഹൈലൈറ്റ്. പക്ഷെ അതിന് രണ്ടാം ഭാഗം വരുമ്പോൾ അങ്ങനെ ഒരു വില്ലൻ ഉണ്ടാവുക എന്നുള്ളതാണ് എപ്പോഴും സംശയം. അരവിന്ദ് സ്വാമിനെ പോലെ ഒരു വില്ലനെ ഇനി പ്രതീക്ഷിക്കാൻ പറ്റില്ല, നടക്കും തോന്നുന്നില്ല. അത് വേറെ ഒരു ഐറ്റം ആയിരുന്നു അതില്. അതെ, ഐ സോ ദ ഡെവിൾ അതിലെ വില്ലനെ പോലെ ഉള്ള ഒരു സംഭവമായിരുന്നു. അതായത് ചിപ്പൊക്കെ ഘടിപ്പിച്ചുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അത് നായകനിലാണ് ഘടിപ്പിച്ചത്, മറ്റേത് വില്ലനിലാണെന്നുള്ളൂ. ഓക്കെ, അടുത്തത് ജയിലർ 2 നെൽസൺ, നമ്മുടെ രജനീകാന്ത് നായകനാവുന്ന സിനിമ. ജയിലർ വന്ന മൊത്തത്തിലൊരു കോളിലൊക്കെ ഉണ്ടാക്കി പോയതാണ്. ഇതിനൊരു കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് ഒന്ന് നമ്മുടെ ലാലേട്ടൻ. ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ കുറച്ചേ ഉള്ളായിരുന്നു, എന്നാൽ രണ്ടാം ഭാഗത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിനാണ്. അതൊരു കൺഫ്യൂഷനായിട്ട് ഉള്ളിലിരിക്കുന്ന സാധനമാണ്. അത് പുറത്ത് വന്നിട്ടൊന്നുമില്ല, ചിലപ്പം അതായത് ആ 3 പേരും ഒരുമിച്ചാണ് വരണം. അതെ, രജനീകാന്തും നമ്മുടെ ഡോക്ടർ ശിവരാജ് കുമാറും പിന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ. അടുത്തത് ഇന്ത്യൻ 3. സന്തോഷം. ഒന്നും പറയാനില്ല. അതിൻ്റെ ഗ്ലിംസ് വീഡിയോ നമ്മൾ ഇന്ത്യൻ 2 സിനിമ കണ്ടപ്പോൾ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പലർക്കും അത് സൂപ്പറാന്നൊക്കെ പറഞ്ഞ് കേട്ടു. ഞങ്ങൾക്കത് ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്.
ഇപ്പൊ ചിന്തിക്കും ഫസ്റ്റ് പാർട്ടിന്റെ അല്ല സെക്കൻഡ് പാർട്ടിന്റെ ട്രെയിലർ നിങ്ങൾക്ക് സൂപ്പർ ആയിരുന്നല്ലോ അത് നമുക്ക് ഇന്നത് കാണുമ്പോൾ ഇന്ന രീതിയിലൊക്കെ വരാമെന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിലൊരു സ്ക്രിപ്റ്റ് വരും. ആ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടാണ് അത് സൂപ്പർ ആയത്. എന്നാൽ അതെല്ലാം തകിടം മറിച്ചുകൊണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, ആ സിനിമ നമ്മൾ കണ്ടല്ലോ, അതിൽ നിന്ന് എന്താണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. തീർച്ചയായിട്ടും അത് ഇനിയിപ്പോ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നല്ല സിനിമ ആകായിരുന്നു നന്നായിരുന്നു. അതെ, അത്രേ ഉള്ളൂ. നന്നായി വരട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ അതിൻ്റെ ഗ്ലിംസ് കണ്ടിട്ട് ആകെ കയ്യിൽ നിന്ന് പോകുന്നുള്ളതാണ് നമുക്ക് തോന്നിയത്. പിന്നെ കങ്കുവ, അതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. കങ്കുവ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. കങ്കുവ 2 ഉണ്ട്, അതായത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തതാണ്. ഒക്ടോബർ 10 സിനിമ റിലീസിനെത്തുന്നത് പാർട്ട് 1. യെസ്. അതിനുശേഷം 2027 പാർട്ട് 2 പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, എന്തായാലും കങ്കു വരട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക് പാർട്ട് 2 വേണോ എന്നുള്ളത്. അത് സത്യമായിട്ടുള്ളൊരു കാര്യം. പിന്നെ അറിയാലോ, ശിവയാണ് സംവിധാനം. കാണാം. എന്തായാലും ഇതുവരെ വന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും വളരെ മികച്ചതായിരുന്നു കങ്കുവിൻ്റെ. അടുത്തത് കൈദി 2, ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തു വരുന്ന സിനിമയാണ്. അതായത് LCയുടെ ഭാഗമായി വരുന്ന ഒരു അടാറ് മുതൽ ആ ഭാഗത്തോട്ട് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതെ, വിട്ടേക്ക്. മാത്രമല്ല കാർത്തിയുടെ കൂടെ സൂര്യ ഉണ്ട്, അതായത് റോളക്സ് ഇതിൽ വരുമെന്നുള്ളതാണ്. ഏതാണ്ട് ഇന്നലെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ലിയോദാസിന്റെ സൗണ്ടും ഉണ്ടാവും. പിന്നെ എന്ത് വേണം. അതെ. അടുത്തത് വിക്രം 2, അതായത് ലോകേഷ് തന്നെ ഒരുക്കുന്ന മറ്റൊരു സിനിമ. ഈ LCയുടെ ലാസ്റ്റ് ഭാഗം എന്നുള്ളത് പറയുന്നത് വിക്രം 2 ആണ്. അതിലും ഉണ്ടാവും നമ്മുടെ സ്വന്തം റോളക്സ്. കൈദി ബാക്കി വെച്ചെങ്കിൽ കൈദി ഉണ്ടാവും, കൈദി ബാക്കി ഉണ്ടെങ്കിൽ. അയ്യോ, അത്രേ ഉള്ളൂ. അങ്ങനെ കൈദീനെ മാത്രം കൊണ്ടുപോയിട്ട് റോളക്സിനൊക്കെ താത്തല്ലേ, റോളക്സിന്റെ മുകളിൽ. എന്തായാലും ഏത് സിനിമ വന്നാലും അതിന്റെ മുകളിൽ നിൽക്കുന്ന കഥാപാത്രം റോളക്സ് ആണ്. 5 മിനിറ്റ് വന്നിട്ടുള്ളൂ. എന്തായാലും അടുത്തതായിട്ട് നമ്മുടെ ആര്യയുടെ സിനിമ ഉണ്ട്, സാർപ്പാട്ട. അതിൻ്റെ 2ാം ഭാഗം, അതായത് പാരഞ്ജിത്ത് ഒരുക്കുന്ന സിനിമ. അത് ഓൾറെഡി ഒഫീഷ്യലായിട്ട് അനൗൺസ്മെന്റ് എത്തിയതാണ്. ഇതുവരെ അതിൻ്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ആള് എന്തായാലും തങ്കളാനും കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ വഴിക്ക് നടക്കട്ടെ. ആര്യ വർക്കൗട്ട് തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. ആര്യ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഭയങ്കര സിനിമ തന്നെയായിരുന്നു അത്. അതെ, അതൊരു മുതൽ സിനിമയാണ്. ഇപ്പോൾ പറഞ്ഞതിൽ കുറേ നല്ല സിനിമകളാട്ടോ, പക്ഷെ അതിന് 2ാം ഭാഗം വരുമ്പോഴാണ് പേടിയാത്ത. അതൊരു സത്യം. പിന്നെ ജിഗർദാണ്ട XXX, XX നമ്മൾ കണ്ട് ഞെട്ടിയതാണ്, വേറെ ലെവൽ ഐറ്റം. XXX വരുന്നു. കാർത്തിക് സുബ്രാജ്. അങ്ങയുടെ കാര്യത്തിൽ ഒരു സംശയമല്ല അല്ലേ. നമ്മളിതിൻ്റെ ജിഗർദാണ്ട ഫസ്റ്റ് കണ്ടതാണ്. അതിനുശേഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു 2ാം ഭാഗം വരുമ്പോൾ കയ്യിൽ നിന്ന് പോയി ഇനിയിപ്പോൾ അതേ പ്ലോട്ട് തന്നെയല്ലേ വരാൻ പോകുന്നുള്ളൂ എന്നുള്ളൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പാടെ മാറ്റിമറിച്ച് വേറെ രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. പൊളിയായിരുന്നു. അടുത്തത് തുപ്പരിവാലൻ 2, മിസ്കിൻ സംവിധാനം ചെയ്ത് പുറത്തു വന്ന സിനിമയാണ് തുപ്പരിവാലൻ. അതിൻ്റെ 2ാം ഭാഗം വരുന്നു. മിസ്കിൻ തന്നെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വിശാൽ തന്നെയാണ് നായകൻ. വിശാൽ അതിൽ പൂന്തുവിളയായിട്ടുണ്ടായിരുന്നു, വേറെ ലെവലാക്കി കളഞ്ഞത്. പക്ഷേ ഇപ്പോൾ തുപ്പരിവാലൻ വന്നിട്ട് വിജയിപ്പിച്ചാൽ ഭാഗ്യം, വിജയിച്ച് കിട്ടിയാൽ ഭാഗ്യം. കാരണം വിശാലിന് ഇറങ്ങുന്നതെല്ലാം മോശമാണ്, കൈ പൊള്ളുകയാണ് അല്ലേ. മാർക്ക് ആന്റണി 100 കോടിനെ കളക്ട് ചെയ്തല്ലേ. സീരിയസ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളൂ, കളക്ഷനെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് അലക്ക്, 2ാം ഭാഗമല്ല, ഇവിടെ അലക്ക് തുടങ്ങിയിട്ടുണ്ട്. അത് എന്നുള്ള ഭാഗം. ഓക്കെ. പിന്നെ വടച്ചെന്നൈ 2, വെട്രിമാരൻ ഒരുക്കുന്ന അടുത്ത. വെട്രിമാരൻ ഇതിന്റെ പിറകെയാണല്ലോ, ഇപ്പോ 2ാം ഭാഗങ്ങളുടെ പിറകെയാണല്ലോ. എത്ര സിനിമയല്ലേ 2ാം ഭാഗം വരുന്നത്, ഇഷ്ടംപോലുണ്ട്. ശരിയാട്ടോ, കുറെ സിനിമകളുണ്ട്. വിടുതലൈ. എന്തായാലും അപ്പോൾ വടച്ചെന്നയുണ്ട്. പിന്നെ മായവൻ 2, നമ്മുടെ സന്ദീപ് കിഷൻ നായകനാവുന്ന സിനിമയാണ്. മായവൻ ഫസ്റ്റ് സൂപ്പറായിരുന്നു. CV കുമാർ ആണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. ഇത്രയും സിനിമകളാണ് 2ാം ഭാഗമായിട്ടും 3ാം ഭാഗമായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇത്ര സിനിമകളാണ് നമ്മുടെ ഒറ്റ നോട്ടത്തിൽ കണ്ടത്. 2ാമതൊരു നോട്ടം കൂടി നോക്കിയാൽ ഒരു 15 കൂടി കിട്ടും. അതെ, ഏതോ കലകല 3യോ പിന്നെ ഡൊമോന്റെ കോളനി 2 കുറേ ഉണ്ട്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഞെട്ടുന്ന ഒരു
ലിസ്റ്റാണ്. ഇതൊന്നും അല്ലാന്ന് ഓർക്കുമ്പോഴാണ്, ഇനിയും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എന്താണെങ്കിൽ ഒരുപാട് സിനിമകൾ വരാണ്ട്, എല്ലാം രണ്ടാം ഭാഗങ്ങളായതുകൊണ്ടാണ് നമുക്ക് ഉള്ളിലൊരു പേടി തോന്നുന്നത്. മികച്ച രീതിയിൽ എടുത്തു വെച്ച പല സിനിമകളുടെയും പറയിപ്പിക്കുന്ന രീതിയിലാണ് രണ്ടാം ഭാഗം കൊണ്ടൊന്ന് കൊളാക്കി കളയുന്നത്. അങ്ങനെ ആവാണ്ടിരിക്കട്ടെ, പഴയതിനും കൂടി നല്ലൊരു പേരും കൂടി കൊടുക്കുന്ന സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. അത്രേ ഉള്ളൂ. എന്തായാലും ഗംഭീരമാകട്ടെ. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.